വൈകുന്നേര സമയം മാറ്റുവാൻ കഴിവുള്ള ഒരു യേശു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്നവനാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാം, ഇവർ മതമാണ് പ്രസംഗിക്കുന്നത്. ഒരിക്കലുമല്ല സഹോദര, ഒരിക്കലുമല്ല കുടുംബമേ, ഒരിക്കലുമല്ല മാതാപിതാക്കളെ. ഞങ്ങൾ മതമല്ല പ്രസംഗിക്കുന്നത്, മതത്തിന്റെ ഒരു വക്താവിനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒന്ന് ഞങ്ങൾ വ്യക്തമായി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതിന്റെ അകത്ത് നിൽക്കുന്നവരല്ല ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയിലെ ആൾക്കാരല്ല, ഒരു സംഘടനയുടെ അവൻ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നവരല്ല. ഞങ്ങൾ ഒന്നാ വിളിച്ചു പറയുന്നത്, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്കൊരു മാർഗം തുറന്നു തന്ന, ഞങ്ങളെ വീണ്ടെടുത്ത യേശു കർത്താവ് ജീവിക്കുന്നു. ആ യേശു നിങ്ങളെയും ഈ പകൽക്കാലം സ്നേഹിക്കുന്നു. ആ യേശു നിങ്ങളെയും രക്ഷിക്കുവാൻ വരുന്നു എന്നുള്ള മത സന്ദേശമാണ് ഈ ചപ്പാത്തിന്റെ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു, ഒരിക്കലും ഞങ്ങൾ മതപ്രസംഗികരല്ല, മതത്തെ പ്രസംഗിക്കുന്നവരല്ല, മതത്തിനെ ഉയർത്തുന്നവരല്ല. ഞങ്ങൾ ഒന്നാണ് ഉയർത്തുന്നത്. യേശു കർത്താവ് ഒരു മാർഗമാണ്. ആ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിവാൻ തയ്യാറായാൽ, ആ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരാൻ തയ്യാറായാൽ, ആ യേശു എന്ന മാർഗത്തിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറായാൽ, ഈ വൈകുന്നേര സമയത്തും നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. കാരണം ഇതിന്റെ അകത്ത് നിൽക്കുന്നവരെല്ലാം അങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലയ്ക്കകത്തുനിന്ന് പുറത്തു വന്നവരാണ്. പ്രിയ സഹോദര, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെല്ലാമാണോ പാപം ഉയർന്നു നിൽക്കുന്നത്, എവിടെല്ലാമാണോ പാപം കയറി നിങ്ങളെ വാങ്ങുന്നത്, പാപത്തിന്റെ ജീവിതത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയാതെ എവിടെല്ലാമോ നിങ്ങൾ കാലും കൈയും വിട്ട് മടിക്കുകയാണോ? പലരും പറയുന്നുണ്ട്, എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ പഠിക്കാൻ വിട്ടതാണ്, ലോകത്തിൽ വിവിധമായിട്ടുള്ള മേഖലയ്ക്കകത്ത് ജോലിക്കയച്ചതാണ്, വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ എല്ലാം തരിപ്പണമായി എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഈ നാളുകളിൽ കേരളത്തിലകത്ത്